ഇപ്പൊ നീറ്റ് തന്നെ ഒരു വലിയ എക്സാമ്പിൾ അല്ലേ. റിസർവേഷൻ ഉള്ളവര് മാർക്ക് ഇല്ലെങ്കിൽ അവര് കയറിപ്പോയി ഗവൺമെന്റ് കോളേജിൽ കയറും. ബാക്കിയുള്ള ജനറൽ കാറ്റഗറി അതിന്റെ താഴെയുള്ളവരെല്ലാം ഇങ്ങനെ കിടന്ന നിലത്ത് വെള്ളം തൊടാതെ ഇങ്ങനെ നടക്കും. റിപ്പീറ്റ് ചെയ്ത് അവരുടെ ഡ്രീംസ് ഇല്ലാതെ ആവുമായിരുന്നു ഈ റിസർവേഷനൊക്കെ. ചിലർ ഞാൻ പറയുന്നു അർഹിക്കുന്നവരുണ്ട് റിസർവേഷനൊക്കെ, ട്രൈബൽ കമ്മ്യൂണിറ്റിയിലൊക്കെ അവർക്കൊക്കെ ഡെവലപ്മെന്റ് വേണം. എന്നാൽ ചിലർ ഇത് ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതൊക്കെയാണ് നിർത്തേണ്ടത്. നമ്മളെ ഈ സൊസൈറ്റിയിൽ കാസ്റ്റ് സിസ്റ്റത്തിനെ പറ്റി വല്ലതും പറഞ്ഞുകൊണ്ടിരുന്നു ഇതുവരെ ഇല്ലായിരുന്നു. യങ്സ്റ്റേഴ്സിനിടയിൽ ഇതിനെപ്പറ്റി ഒരു ധാരണയില്ലായിരുന്നു. അതൊരു ടോപ്പിക് അല്ലായിരുന്നു. ഇപ്പൊ അതിനെ മാർക്കറ്റ് ചെയ്ത് വിൽക്കുന്നത് എന്തിനാ? പോപ്പുലാരിറ്റിക്ക് വേണ്ടി, പിന്നെ ഒരു വിക്ടിം കുത്തിത്തിരിപ്പ് കളിക്കാൻ വേണ്ടി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ജനറൽ കാറ്റഗറിയാണ്. എനിക്ക് അതിൻ്റെ അകത്ത് ഞാൻ ഒരു വിക്ടിമായ എപ്പോഴാണെന്ന് പറയുമോ, 10 എനിക്ക് ഞാൻ നല്ലപോലെ പഠിച്ച് എനിക്ക് 90 മാർക്കുണ്ടായിരുന്നു, ശതമാനം മാർക്കുണ്ടായിരുന്നു. എനിക്ക് അലോട്ട്മെന്റ് കിട്ടിയില്ല. ഞാൻ മാനേജ്മെന്റ് കോട്ടയിലാണ് കയറിയത്, റിസർവേഷൻ ഇല്ലാത്തതുകൊണ്ട്. ആലോചിച്ചു CBSE ഇത്ര നാളും പഠിച്ചിട്ട്. അതാണ് അവസ്ഥ. എടാ നമ്മളത് പറഞ്ഞ നാളെ എന്താണ് സംഭവിക്കാൻ പോണെന്നറിയോ? സവർണന്റെ കുത്തിത്തിരിപ്പ് ഒന്നുമല്ല. സത്യം പറയുമ്പോഴത്തേക്കും ചിലർക്ക് കൊള്ളും, അത് സ്വാഭാവികമാണ്. കൊള്ളുന്നവർക്ക് കൊള്ളട്ടെ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ അവസ്ഥ, നമ്മുടെ നാട്ടിലെ സത്യാവസ്ഥ അറിയണം. നമ്മൾ ആരായാലും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു മാറ്ററാണ്. ഓക്കെ, ഒരു കപ്പൽ മുങ്ങുന്ന എപ്പോഴാണെന്നറിയോ? ആ കപ്പലിൻ്റെ ചുറ്റുമുള്ള വെള്ളം ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് കയറുമ്പോഴാണ്. മനസ്സിലായോ? അതാണ് അവിടെ പോയിന്റ്. ഈ ജാതി കാർഡ് വെച്ച് കളിക്കുന്ന ആളുടെ ഒരു റീസെന്റ് സോങ്ങിൽ തമിഴ് പുലികളെ വാഴ്ത്തിക്കൊണ്ട് പറയുന്നുണ്ട്, ഈ തമിഴ് പുലികളുടെ ദാഹം തീർന്നില്ല, അങ്ങനെ എന്താ കണ്ടൊരു വരി. ഞാനൊരു കാര്യം പറയട്ടെ, ഈ തമിഴ് പുലികളാണ് രാജീവ് ഗാന്ധിയെ കൊന്നത്, അസാസിനേറ്റ് ചെയ്തത്. ഓക്കെ, അതുപോലെ തന്നെയാണ് ശ്രീലങ്കയിൽ മൾട്ടിപ്പിൾ ജനോസൈഡ്, ലിംഗ്വിസ്റ്റിക് ജനോസൈഡ് നടത്തിയത്.